അർജുൻ്റെ ലോറി കണ്ടെത്തുക എന്നത് ഏറ്റവും ശ്രമകരമായ കാര്യമായിരുന്നു. ഇന്നലെ വരെ നടത്തിയ തെരച്ചിലിൽ ഒരു ഭാഗത്തും ഏറ്റവും കൂടുതൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്ത് പോലും അർജുൻ്റെ ലോറിയുടെ ഒരു ഭാഗവും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ചെറിയ ഭാഗങ്ങൾ പോലും അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് ക്യാബിൻ തന്നെ ഉയർത്താൻ കഴിഞ്ഞു. ഏറെ കാത്തിരുന്ന ഒരു കാര്യം ഇന്നുണ്ടായി. 71ാം ദിവസത്തിൽ കേരളം ആകെ കാത്തിരുന്നത് ഈ ലോറി കണ്ടെത്തുക, ലോറിയുടെ അകത്ത് അർജുനെ കണ്ടെത്തുക എന്നതാണ്. അത് ഈ 71ാം നാളിലാണ് കണ്ടെത്താൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ഘട്ടങ്ങളിലായി ആണ് ഈ ഷിരൂറിലെ ദൗത്യമുണ്ടായത്. 1ാം ഘട്ടത്തിൽ ശക്തമായ മഴയും അടിയൊഴുക്കും അത്രയേറെ ശക്തമായ കാറ്റും ഉണ്ടായിരുന്ന സമയത്ത് വലിയ പ്രവർത്തനം ഇവിടെ നിന്ന് രക്ഷാദൗത്യം ഇവിടെ നടത്തിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2ാം ഘട്ടത്തിലും സമാനമായ അവസ്ഥയായിരുന്നു. കാറ്റും മഴയും അതിശക്തമായിരുന്നു, അടിയൊഴുക്ക് ശക്തമായിരുന്നു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഈശ്വർ മൽപെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു. എങ്കിലും അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട് പ്രധാന ഭാഗങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ 6ാം ദിവസം, ഇന്ന് 3ാം ഘട്ടത്തിലെ 6ാം ദിവസമാണ് ഈ ഡ്രഡ്ജർ വന്ന് 3 ദിവസം തെരച്ചിൽ നടത്തും എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ ദിവസം ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 6ാം നാളിലാണ് ഇപ്പോൾ അർജുൻ്റെ ലോറിയുടെ പ്രധാന ഭാഗം ഉയർത്താൻ സാധിച്ചത്. അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ്റെ ഭാഗത്ത് ഉയർത്താൻ കഴിഞ്ഞു. അതിനകത്ത് അർജുൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചു. ഈ 3ാം ഘട്ടത്തിൽ 6ാം ദിവസത്തിൽ അർജുൻ്റെ ലോറി ഉയരുമ്പോൾ അതിനു മുൻപ് ഇവിടെ അപകടത്തിൽ തകർന്നുപോയ ടാങ്കർ ലോറിയുടെ വിവിധ ഭാഗങ്ങൾ പല സമയങ്ങളിലായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ടാങ്കർ ഓരോ സമയത്തും ലഭിച്ചിരുന്നത് ടാങ്കർ ലോറിയുടെ ലോഹഭാഗങ്ങളായിരുന്നു. ആ സമയത്തൊന്നും തന്നെ അർജുൻ്റെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറെ നിരാശയോടുകൂടിയാണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് അർജുൻ്റെ കുടുംബവും ലോറിയുടെ ഉടമകളും ജനങ്ങളും മടങ്ങിയിരുന്ന ധാരാളം ആളുകൾ ഇത് കാണാൻ ഇതറിയാൻ ഈ 3ാം ഘട്ടത്തിൽ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ഓരോ ദിവസവും അർജുൻ്റെ ലോറി കണ്ടെത്താനാവുമെന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇന്നലെ വരെ അത് കണ്ടെത്താൻ സാധിച്ചില്ല. ചെറിയ ഭാഗം പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് അർജുൻ്റെ ലോറിയുടെ പ്രധാന ഭാഗം ക്യാബിൻ തന്നെ ഉയർത്തിയെടുക്കാൻ സാധിച്ചു. ആ ഡ്രഡ്ജറിലുണ്ടായിരുന്ന മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധന നടത്തിയപ്പോഴാണ് ഇന്ന് കോണ്ടാക്ട് പോയിന്റ് 2-ൽ മുങ്ങൽ പരിശോധന നടത്തിയപ്പോഴാണ് വലിയ വാഹനത്തിൻ്റെ ഒരു ഭാഗം പുഴയുടെ അടിത്തട്ടിലുണ്ട് എന്ന് കണ്ടെത്തിയത്. പിന്നീട് കൂടുതൽ മുങ്ങൽ വിദഗ്ധർ അവിടെ പരിശോധന നടത്തി അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തി. അത് പരിശോധിച്ചതിന് ശേഷം അത് അർജുൻ്റെ ലോറിയാണ് എന്ന് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചു. അതിനുശേഷം അത് ക്രെയിൻ ഉപയോഗിച്ച് ഹുക്ക് ചെയ്തു. 3 മണിക്ക് അത് ഉയർത്താനുള്ള തീരുമാനം വന്നു. 3 മണിക്ക് കൃത്യം അത് ഉയർത്തിയപ്പോൾ അർജുൻ്റെ ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു. അതിനകത്ത് നിന്ന് മൃതദേഹാവശിഷ്ടമടക്കം ലഭ്യമാവുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ അത് പരിശോധിക്കണം. അതിൻ്റെ നടപടി ക്രമങ്ങളിലേക്ക് കടക്കണം. ഇൻക്വസ്റ്റ് നടപടിയിലേക്ക് കടക്കണം. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയുണ്ടാവണം. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണം. ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഇതുവരെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ശാസ്ത്രീയമായ പരിശോധനയിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ഉത്തരം, ഒരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമാവും. ഏതായാലും ആ പുഴയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ലോറിയുടെ ഭാഗം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് വേണം കരുതാൻ. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിലാണ് അർജുൻ ഉപയോഗിച്ച ലോറിയുടെ ക്യാബിൻ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതേ ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ആ ഭാഗം, വാഹനത്തിൻ്റെ ആ ഭാഗം കരയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നാണ് അവിടെ പരിശോധിക്കുന്നത്. അതിനിടയിലാണ് ഈ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നവർ ഈ ക്യാബിനകത്ത് നിന്ന് മൃതദേഹ ഭാഗങ്ങൾ ഉൾപ്പെടെ പുറത്തെടുത്തിരിക്കുന്നത്. പല ഭാഗങ്ങളും ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതൊക്കെ വിശദമായ പരിശോധനയ്ക്ക് അയക്കേണ്ടിയിരിക്കുന്നു. ഇനി കൂടുതൽ വസ്തുക്കൾ അതിനകത്ത് ഉണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിലൊക്കെ കുറച്ചുകൂടി കാലതാമസം വരുമെന്നാണ് കരുതുന്നത്. ആ ലോറിയുടെ ഭാഗം പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ പോയിന്റ് 2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിലാണ് ഇന്ന് രാവിലെ മുങ്ങൽ വിദഗ്ധർക്ക് ഈ പ്രദേശത്ത്, ഈ ഭാഗത്ത് ഒരു വലിയ വസ്തുവുണ്ട്, ഒരു ലോഹഭാഗമുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അവർ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അതിനുശേഷം ഇപ്പോൾ 3 മണിയോടുകൂടിയാണ് ഇത് പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ഒടുവിൽ അത് അർജുൻ ഉപയോഗിച്ച ലോറി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ലോറി ഉടമ മനാഫ് തന്നെ അത് സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് അതിനകത്ത് അർജുൻ ഉണ്ട് എന്ന്. പ്രാഥമിക പരിശോധനയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു.
അതിപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്കൊക്കെ അയക്കേണ്ടിയിരിക്കുന്നു. തുടർ നടപടികളൊക്കെ എങ്ങനെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു വിശദീകരണമോ വിവരങ്ങളോ നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 16-നാണ് അങ്കോലയിൽ ഷിരൂരിൽ ഇങ്ങനെയൊരു വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. അർജുൻ്റെ ലോറി ഉൾപ്പെടെ കാണാതാവുകയായിരുന്നു. അതിനുശേഷം വലിയ തരത്തിലുള്ള തെരച്ചിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥയൊക്കെ വലിയ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒന്നും നമുക്ക് പ്രതീക്ഷിച്ച ഒരു മറുപടി അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ടിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ മൂന്നാം ഘട്ടത്തിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി ഗംഗാവലി പുഴയിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് 6ാമത്തെ ദിവസമാണ് ഇപ്പോൾ അർജുൻ്റെ ലോറി കണ്ടെത്താൻ കഴിയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ അർജുനെ കാണാതായി 71-ാം ദിവസമാണ് അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത്. കരയിൽ നിന്ന് 65 മീറ്റർ അകലെയാണ് നിലവിൽ ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ലോറിയുടെ ഭാഗമുള്ളത്. അത് ക്യാബിൻ ഭാഗമാണ്, ലോറിയുടെ ക്യാബിൻ ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ നിന്നാണ് മൃതദേഹ ഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെടുത്തിരിക്കുന്നത്. അത് പ്രാഥമിക പരിശോധനയിൽ ലഭ്യമായ വസ്തുക്കളാണ്. ഇനിയും പലതും അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് വിശദമായ പരിശോധനയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഈ ലോറി കരയിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. അതിലൊക്കെ തുടർ നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിൽ ആ ലോറി കരയിലേക്ക് എത്തിക്കാം എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ലോറി ഡ്രഡ്ജറിനോട് അടുപ്പിച്ചിട്ടുണ്ട്. അത് കരയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് അധികൃതർ കടന്നിരിക്കുന്നത്. നേരത്തെ ലോറി ഉടമയുടെയും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവിൻ്റെയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും ദിവസത്തിന് ശേഷം ലോറിയുടെ ഭാഗം കണ്ടെത്താനായി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് അർജുനുണ്ട് എന്ന് സ്ഥിരീകരിച്ച് പറയുകയായിരുന്നു, ഉറപ്പിച്ച് പറയുകയായിരുന്നു ലോറി ഉടമ മനാഫ്. ഇപ്പോൾ ലോറിയിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു. അതിൻ്റെ പരിശോധനയിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തുകയാണ്. അതിനു മുമ്പ് ഈശ്വർ മാൽപേ, മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയുടെയൊക്കെ നേതൃത്വത്തിൽ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയുണ്ടായിരുന്നു. പല വസ്തുക്കളും, വാഹനത്തിൻ്റെ ലോഹഭാഗം, അതുപോലെ ടയർ, അതുപോലെ കയറുകൾ, അങ്ങനെ പല വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ. പക്ഷേ അതൊന്നും അർജുൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെതല്ലായിരുന്നു. ലോറി ഉടമ മനാഫ് കുറേ നാളുകളായി അവിടെ തന്നെ തുടരുകയാണ്.